ഓക്കെ, അപ്പം നിങ്ങൾ കാണുന്നുണ്ടാണ് എൻ്റെ വിശ്വാസം. കാരണം കാണാൻ പറ്റിയില്ലല്ലോ, ഈ പ്രസൻറ്റേഷൻ ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റിയില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഇടുകയോ ചെയ്യണേ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. നമ്മുടെ ടോപ്പിക്ക് എൻവയറമെൻറ്റ്, വെദർ ഇറ്റ് ഈസ് ലക്ഷറി ഓർ എ നെസസിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് എ നെസസിറ്റി ഓർ എ ലക്ഷറി. അപ്പോൾ എൻവയറമെൻറ്റൽ സർവീസസ്, എൻവയറമെൻറ്റൽ പല ഗുഡ്സ്, അതെല്ലാം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഇക്കണോമിക്സിൻ്റെ ആംഗിളിൽ അതൊരു നെസസിറ്റി ആണോ ലക്ഷറി ആണോ എന്നുള്ളതാണ് ഈ ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രഡക്ടറി പാർട്ട് അല്ലെങ്കിൽ ഇൻട്രഡക്ടറി ആയിട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ശരിക്കും എൻവയറമെൻറ്റിൻ്റെ ഒത്തിരി ഗുഡ്സും സർവീസും ഉണ്ട്. ഒന്ന്, നമുക്കറിയാം എൻവയറമെൻറ്റിൽ നമുക്ക് ഒത്തിരി ഗുഡ്സ് കിട്ടുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സസ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിൽ, അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ പലതരത്തിലുള്ള ഔട്ട്പുട്ട്സ്, പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ അയൺ ഓർ, കോൾ, ഇതെല്ലാം എൻവയറമെൻറ്റിനെ കുറിച്ചാണ്. അതുപോലെ എൻവയറമെൻറ്റിൽ ചില സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സെനിക്ക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നല്ല ക്ലൈമറ്റ്, അതുപോലെ തന്നെ നമുക്കെന്താ നല്ല വായു, അപ്പം നല്ല പ്യുവറായിട്ടുള്ള വാട്ടർ, ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സർവീസസ്. അപ്പോൾ എൻവയറമെൻറ്റൽ ഗുഡ്സ് ഉണ്ട്, എൻവയറമെൻറ്റൽ സർവീസസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലക്ഷറി ആണോ ഇക്കണോമിക്സിൻ്റെ ആംഗിളിൽ, അതോ നെസസിറ്റി ആണോ? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, സോ ദർ ഇസ് എ ബിഗ് ഡിബേറ്റ് വെദർ എൻവയറമെൻറ്റ് ഈസ് ലക്ഷറി ഓർ എ നെസസിറ്റി. അതൊരു നെസസിറ്റി ആണോ, അതൊരു ലക്ഷറിയാണ്. നെസസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്ക് വില കുറവായിരിക്കും, നമുക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ, ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടുതലായിരിക്കും, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിനെ നമ്മൾ നെസസിറ്റി എന്ന്, നമ്മൾ എക്കണോമിക്സ് ആംഗിളിലാണ് നമ്മൾ നെസസിറ്റി ലക്ഷറി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ആസ് എ ലക്ഷറി ഇറ്റ് മീൻസ് ദാറ്റ് എൻവയറമെൻറ്റ് ഈസ് എ സ്കേഴ്സ് ഐറ്റം. ഓക്കെ, നോട്ട് ജസ്റ്റ് എൻവയറമെൻറ്റ് ബട്ട് വാട്ട് വി ക്യാൻ സേ ദി എൻവയറമെൻറ്റൽ ഗുഡ്സ് and environmental services. Okay, so there can be environmental goods. I told you that the mineral resources are the classic example for environmental goods, but there can be service as well as a good climate, what we can say, the good scenic beautiful area where we are residing, and like that, you know, good air, good water, etc. all are environmental services which we are referring right now. By necessity it means that environmental services are to be provided to all പീപ്പിൾ അറ്റ് അഫോർഡബിൾ പ്രൈസസ്. അപ്പോൾ നെസസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നമുക്ക് നെസസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന അല്ലേ. നമുക്കിപ്പം പറയുകയാണെങ്കിൽ നെസസിറ്റി എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ് ഒരു നെസസിറ്റിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഒരു നെസസിറ്റിയാണ്, നമുക്ക് അറിയാവുന്നതാണ്. നെസസിറ്റി ബാക്കി ലക്ഷറി ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ വില കുറവായിരിക്കണം, അബൻഡൻസ് സപ്ലൈ ആയിരിക്കണം, എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം. അഫോർഡബിൾ പ്രൈസ് നമുക്ക് എൻവയറമെൻറ്റൽ സർവീസും ഗുഡ്സും കിട്ടണം. ഈ 2 കാറ്റഗറി ഏതാണ് എൻവയറമെൻറ്റ്, അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ ഗുഡ്സ്, അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ സർവീസ്? അതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദി ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്, വെദർ എൻവയറമെൻറ്റ് ഈസ് എ ലക്ഷറി ഗുഡ്സ്, ഓക്കെ, ഓർ നോട്ട്. Luxury goods are those ones people want more of when their income goes up. Okay, so what is actually a luxury? We know the luxury when we are avoiding some commodities or goods as luxuries because our income is not enough. Okay, so such goods are luxurious goods. We don't have enough income, we avoid them. Of course, all people cannot afford that. So such goods are luxury goods. Whether environment belongs to that category, that is the question. Okay, here economics, from the economic sense, we have to understand and interpret luxury goods. Luxury goods are the ones people want more of when their income goes up. Okay, so such goods and services are the items where demand goes up with what income. Okay, so that is luxury goods. They are consumed more by the rich. അപ്പോൾ അവ കൺസ്യൂം ചെയ്യുന്ന ആരായിരിക്കും? റിച്ച് പീപ്പിൾ ആയിരിക്കും. ഓക്കെ, അതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല മനസ്സിലാക്കുന്നതിന്. ദ ഡിമാൻഡ് ഫോർ സച്ച് ഗുഡ്സ് ഇൻക്രീസ് only when income increases. So that is a profile picture of what we can say the luxury goods. Demand for luxury goods increases only when our income increases. So they are the luxury goods. Some economists, coming to the argument or the center of the argument whether environmental goods are or services are luxury goods or not, some economists believe that environment quality is a luxury goods. അപ്പോൾ ചില ആൾക്കാരെ ആർഗ്യുമെൻറ്റില്ല. ഇക്കോണമിസ്റ്റുകൾ പറയുന്നത് ചിലർ എന്താണ് എൻവയറമെൻറ്റൽ ഗുഡ്സും അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ ക്വാളിറ്റി ഈസ് എ കോംപ്രഹെൻസീവ് ടൈം വിച്ച് കവേഴ്സ് വാട്ട് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് കോഴ്സ്. സോ അപ്പോൾ നമ്മൾ എൻവയറമെൻറ്റൽ ഗുഡ്സും സർവീസും രണ്ടിനെയൊന്നും കൂടെ നമ്മൾ എൻവയറമെൻറ്റൽ ക്വാളിറ്റി എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അതൊരു ലക്ഷറി ഗുഡാണ് എന്നാണ് കുറേ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. എൻവയറമെൻറ്റൽ ക്വാളിറ്റി മേ ബി വൺ ഓഫ് ദി ഫൈനർ തിങ്സ് ഇൻ ലൈഫ് ദാറ്റ് ഓൺലി ഹയർ ഇൻകം
കാറ്റഗറി ക്യാൻ അഫോർഡ്. അപ്പോൾ എൻവയറമെൻറ്റൽ ക്വാളിറ്റി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ആക്സസിബിൾ അല്ല. അത് അഫോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുള്ളൂ, റിച്ചിനുള്ളൂ. അതുകൊണ്ട് എൻവയറമെൻറ്റൽ ഗുഡ്സ് എന്ത് ഗുഡ്സാണ്? ലക്ഷറി ഗുഡാണ്. ഇതാണ് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്, ഇക്കോണമിക്സുകളുടെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമ്മളിതിനെ നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ വില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പുഴയുടെ തീരത്തുള്ള വില്ല എന്ന് പറയുന്നത് നമുക്കറിയാം. പുഴയുടെ തീരത്ത് ഓപ്പൺ എയർ ഉണ്ട്, അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി എയർ ആയിരിക്കും. പിന്നെ ഒരു സീനിക് ബ്യൂട്ടി കാണും, അതുകൊണ്ട് നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു ഹാപ്പിനെസ് കാണും. ഇതെല്ലാം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എവിടെയായിരിക്കും? ഏറ്റവും ആളുകൾ താമസിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസിലായിരിക്കും. അത് ആക്സസിബിലിറ്റി കുറവായതുകൊണ്ട് ചിലപ്പോൾ അവിടെ എൻവയറമെൻറ്റ് നല്ലതായിരിക്കും കേട്ടോ, അത് ഞാൻ ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ കുന്നിൻ്റെ അവിടെയൊക്കെ വീട് മേടിച്ച് കഴിഞ്ഞാൽ അത് മോശമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ റോഡ് കണക്ടിവിറ്റി കുറവാണ്. അർബൻ ഏരിയയിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും, പക്ഷേ എൻവയറമെൻറ്റ് ക്വാളിറ്റി കൂടുതലായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ എൻവയറമെൻറ്റിന് നമ്മൾ നല്ലതാണ്, ഓക്കെ, പക്ഷേ നമ്മൾ ഇക്കണോമിക്കലായിട്ടത് അത്ര വലിയ മെച്ചമില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കവിടെ നല്ല റോഡ് കണക്ടിവിറ്റി ഇല്ല, നമുക്ക് ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഇക്കണോമിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്ക്വേർഡ് ആണെങ്കിൽ എൻവയറമെൻറ്റ് നല്ല ബൈ ചാൻസിൽ വരുന്നതാണ്, ശരിയല്ലേ? മാർക്കറ്റ് പ്രിൻസിപ്പൾ അല്ലത്. ഇക്കണോമിക്സ് അഫിനിറ്റി കുറവായതുകൊണ്ട് അത് എൻവയറമെൻ്റലി നല്ല ഏരിയയിൽ വരുന്നു എന്നുള്ള ഒരു ബൈ ചാൻസ് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, സോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇക്കോണമിക്സിൻ്റെ ആർഗ്യുമെൻറ്റ് ഇതാണ്. എൻവയറമെൻറ്റ് ക്വാളിറ്റി, പ്രത്യേകിച്ച് അർബൻ ഏരിയയിൽ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ അല്ലെങ്കിൽ അത്ര നല്ല സൗകര്യം, നല്ല കുടിവെള്ളമുള്ള അല്ലെങ്കിൽ നല്ല വായു സഞ്ചാരമുള്ള വീടുകൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്തുവേണം? നമ്മൾ ഭയങ്കര റിച്ച് ആയിരിക്കണം. ഇനി അതല്ലെങ്കിൽ ഭയങ്കര നമ്മൾ കേട്ടിട്ടുണ്ട് ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്താ പറയുക ഓർഗാനിക് പ്രോഡക്ട്സ്, അവയൊക്കെ നമ്മൾ ചെന്ന് കാണാറുണ്ട്, മേടിക്കാറില്ല. കൂടിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് ഓർഗാനിക് പ്രോഡക്റ്റ്. നമ്മൾ സാധനം മേടിക്കുന്ന പ്രോഡക്റ്റിനേക്കാളും 25% വില കൂടുതലായിരിക്കും. എന്താ നമ്മൾ മേടിക്കാത്തത്? നമുക്ക് മറ്റേ പ്രൊഡക്റ്റ് മേടിക്കുന്നതാണ് പൈസ കൊണ്ട് ആദായം. നമുക്ക് ഇച്ചിരി റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ അല്ല ഈ ഓർഗാനിക് പ്രോഡക്ട്സ്. അപ്പോൾ അതും റിച്ചിനാണ് അഫോർഡബിലിറ്റി. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ സം ഇക്കോണമി സേസ് ദാറ്റ് എൻവയറമെൻറ്റൽ ക്വാളിറ്റി ഈസ് സംതിങ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ബൈ ദി റിച്ച് പീപ്പിൾ ആൻഡ് നോട്ട് ബൈ ദി poor people. So that is one side of the argument. Coming to the next point. Similarly, environment quality and standards are strong in developed countries where income are high. So this is another sound example. So okay, sorry for the disturbance. കറണ്ട് പോയതാട്ടോ. കറണ്ട് പോയാലും ഇവിടെ ശരിയാവുന്നതായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ വരും. അതെന്താണെന്നറിയാം, കറണ്ട് പോയി കഴിഞ്ഞാൽ സിസ്റ്റം എല്ലാം കൂടെ ഷട്ട് ഡൗൺ ആയി പോകും. ചിലപ്പോഴേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. സാധാരണ ഇത് അങ്ങനെ വരുന്നതല്ല, പക്ഷേ ഇതിപ്പോൾ ഒരു 3ാമത്തെ പ്രാവശ്യം വരുന്നത്. UPS ഒക്കെ ഉണ്ട്, പക്ഷേ അതിനെന്തോ ഒരു ടെക്നിക്കൽ ഫെയിലിയർ, ഇത്രയും ഇൻസ്ട്രുമെൻ്റ് ഒരുപോലെ ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഒരു UPSൽ. അപ്പോൾ അത് എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന് പറയുമ്പോൾ സാരമില്ല. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ആരോടാ ഞാൻ ചോദിക്കുന്നത്? എല്ലാവരും ഇങ്ങനെ മിണ്ടായിരിക്കുമല്ലേ? ആരോടാ ചോദിക്കുന്നത്? അക്ഷയ്, നീ അവിടെ ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോടാ? ഓക്കെ. Okay, so we are continuing. Okay, coming back to the next point. Similarly, environmental quality and standards are strong in developed countries where income are high. So that is the point. That was the point that we were discussing. Okay, so ഇവിടെ നമ്മൾ പറയുന്നത് വേറൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ വേറൊരു പ്രൂഫ്, അതായത് എൻവയറമെൻറ്റൽ ക്വാളിറ്റി, ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്, എൻവയറമെൻറ്റൽ ഗുഡ്സ്, സർവീസസ്, all are what we can say very strong in the developed countries where income is high. That means environment quality is an item that can be subscribed only people belongs to the rich group or who are living in the rich countries. Okay, so that is the point that we are just discussed previously. The price of environmentally safe residential areas within the urban areas are going up. ശരിയല്ലേ? നമുക്ക് ഗ്രാമത്തിൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾ എൻവയറമെൻറ്റ് ഭയങ്കര നല്ലതെന്ന് നമ്മൾ പറയും. പക്ഷേ അതിൻ്റെ അതേ സമയത്ത് മറ്റേ സൈഡിൽ നമ്മൾ ഇക്കണോമിക്കലി നമ്മൾ ഡിസ്റ്റൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്, ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ആക്സസിബിലിറ്റി കുറവാണ്, അതുകൊണ്ട് നമ്മളവിടെ താമസിക്കുക. അല്ല, എൻവയറമെൻറ്റൽ ക്വാളിറ്റി നല്ലതുകൊണ്ടല്ല നമ്മളവിടെ താമസിക്കുന്നത്, അതൊരു ബൈ ചാൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എൻവയറമെൻറ്റൽ ക്വാളിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കണമെങ്കിൽ അർബൻ ഏരിയയിൽ നമ്മളവിടെ കൂടുതൽ വില കൊടുക്കേണ്ടി വരും, കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരും. സിമിലർലി ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആർ വെരി ഹൈ. സോ ഓൾ ആർ സപ്പോർട്ടിംഗ് പ്രൂഫ് or points that gives or what we can stress that environment quality is an item that can be subscribed or can be afforded only by the rich people. Okay, ഇവിടെ ഒരു പിക്ചർ കൊടുത്തേക്കോട്ടോ. ഈ പിക്ചർ നമുക്ക് കണ്ടറിയാം,
ഇത് ഗൾഫിലെ അവിടുത്തെ ഒരു പിക്ചറാണ്, കാരണം കുറേ പനിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വീടിൻ്റെ സിറ്റുവേഷൻ അതിൻ്റെ നടുക്കുണ്ടോ ഒരു വനം പോലെയുള്ള ഒരു ഏരിയ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അവിടെ എൻവയറമെൻറ്റൽ കോൺഷ്യസ് ഉണ്ട്, എൻവയറമെൻറ്റൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്പം കൂടെ നല്ല എയർ ക്വാളിറ്റിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പുറത്തൊക്കെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സ്ഥലത്തെ വീടിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും, ശരിയല്ലേ? അപ്പം ഈ മരമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ വീടിന് ഒരു അല്പം കൂടെ നന്നായിട്ട് വില കുറഞ്ഞേനെ. പക്ഷേ ഇത്രയും അതിൻ്റെ സെറ്റിങ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമല്ല. ഓക്കെ, ദിസ് ഈസ് അനദർ എക്സാമ്പിൾ, പിക്ചർ അനദർ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഒരാളുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ കണ്ടായാലും എന്തെല്ലാം സെറ്റപ്പാണ് ചെയ്തു വെച്ചേക്കുന്നത്, പൂച്ചെടികൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു മരങ്ങൾ, അപ്പോൾ ആ വീടിൻ്റെ ചുറ്റും. അപ്പോൾ അതൊക്കെ അവിടെ കാണിക്കുന്നത് എന്താണെന്നറിയാം, നമ്മൾ എൻവയറമെൻ്റലി ഗുഡായിട്ടുള്ള ഒരു ഏരിയ നമ്മൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ലക്ഷറീസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും വേറൊരു സിറ്റുവേഷനാണ് കേട്ടോ. ഇതുകൊണ്ടോ ഇഷ്ടംപോലെ എന്തുണ്ട്, ഭയങ്കര വീടുകളാണ്, ഫ്ലാറ്റുകളാണ്. ആ ഫ്ലാറ്റുകളിലെ ഇപ്പുറത്ത് എന്തില്ല, സ്വാഭാവിക ഇവിടെ ഇന്ത്യയിലൊന്നും ഭയങ്കര കെട്ടിടമൊന്നുമില്ല. ഇവിടെ ഒരു കോസ്റ്റൽ ലൈൻ ഉണ്ട്, കണ്ട ഒരു റിവറും. അപ്പോൾ ഇതും കാണിക്കുന്നത് എന്താണെന്നറിയോ, ഇത് ഇത്രയും എൻവയറമെൻ്റലി ഗുഡായിട്ടുള്ള ഏരിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദാറ്റ് പിക്ചർ. കമ്മിങ് ടു ദിസ് വൺ, ദിസ് ഈസ് അനദർ പിക്ചർ ടു ഷോസ് ദാറ്റ് environment quality, especially if you are living in what we can say in an urban area, you can get environment quality only at a higher price. Okay. ഇനി ഇവിടെ ഇതൊക്കെ നമുക്കറിയാവുന്ന, നമുക്ക് കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒരു വീടാട്ടോ. വീടിൻ്റെ അടുത്തൊരു കുടിൽ പോലെ ഒരു സാധനം അവരുണ്ടാക്കി. എന്നെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത്രയും വലിയ കെട്ടിടത്തിൻ്റെ അടുത്തൊരു കുടിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു സാധാരണ ഭയങ്കര എന്താ പറയുക, ഒരു പിക്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എൻവയറമെൻ്റലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു വീട് പണിതേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവൊന്ന് ആലോചിച്ച് നോക്കും. ഇത് എൻവയറമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ തവിയ്, അതുകൊണ്ടോ ജൂട്ടുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സഞ്ചിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വില കൂടുതലാണ്, സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്കിതൊക്കെ തരുന്ന മെസ്സേജ്. അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ പ്രൊഡക്റ്റ് ഇതുകൊണ്ട് നമ്മൾ ഈ തല തേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ഐറ്റം ഉണ്ടോ അതവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം മാർക്കറ്റ് ചെയ്യപ്പെടുക. എൻവയറമെൻ്റൽ ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10% പ്രീമിയം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം. അപ്പോൾ അത് റിച്ചിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ. ഇവിടെ എവിടെയെങ്കിലും ഒരു മരം കാണാനുണ്ടോ? ഇല്ല, അതിൻ്റെ പുറകിലാണ് മരം കാണുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ലിവിങ് കണ്ടീഷൻ എത്ര പോരായെന്ന് വിചാരിക്കുക, ഇതൊരു ചേരി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് പാവപ്പെട്ടവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല നല്ല നല്ല റെസിഡൻഷ്യൽ ഏരിയാസ്. സോ എൻവയറമെൻറ്റ് ഈസ് എ ലക്ഷറി. Scenic beauty of the nature, valleys, beautiful lakes, tourist place, etc. supports that environment can provide luxury services. Okay, അപ്പോൾ എൻവയറമെൻറ്റ് എന്ത് ചെയ്യും, ലക്ഷറി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻവയറമെൻ്റൽ സർവീസ് ഒക്കെ ഭയങ്കര ലക്ഷറിയാണ് എന്നതിനുള്ള ഒരു ആർഗ്യുമെൻറ്റാണ് നമ്മൾ ഇതുവരെ നടത്തിയത്, അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, in many developing countries, due to inadequate attention to such environment protection measures, that environment is treated as a ലക്ഷറി. അപ്പം പല ഡെവലപ്പിംഗ് കൺട്രീസിലും അതുകൊണ്ട് എന്ത് സംഭവിക്കും, എൻവയറമെൻ്റൽ സർവീസിനോ ഗുഡ്സിനോ ഒക്കെ വില കൂടുതലുണ്ട്. അത് ലക്ഷറീസ് ആയിട്ടുള്ളൊരു ഒരു സെഗ്മെൻ്റായിട്ടാണ് അവിടെ കൂട്ടുന്നത്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു സി വെദർ ഇറ്റ് ഈസ് എ നെസസിറ്റി. വാട്ട് ആർ ദി പോയിൻറ്റ്സ് that stress that environment is a necessity. Okay, one second. The other argument is that the healthy environment is a necessity for human beings. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിലേക്ക് വരിക, നല്ലൊരു ഹെൽത്തി എൻവയറമെൻറ്റ് അതൊരു നെസസിറ്റിയാണ്. എസെൻഷ്യൽ എൻവയറമെൻറ്റ് സർവീസ് ലൈക്ക് ക്ലീൻ എയർ, ക്ലീൻ വാട്ടർ ആൻഡ് ഹൈജീനിക് ലിവിങ് എൻവയറമെൻറ്റ് ആർ നെസസിറ്റീസ്. ദേ ആർ നെസസിറ്റീസ്. നെസസിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. അങ്ങനെ നമുക്ക് അറിയാം. നമുക്കത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് മാത്രമല്ല, അത് എത്രമാർക്കും എല്ലാവർക്കും ആവശ്യമാണ്. നല്ല ഹെൽത്തിന് തരം ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല തിങ്കിങ് കണ്ടീഷൻ. നമ്മളിപ്പം നല്ല ഒരു എന്താ പറയുക, ഈ കവികളൊക്കെ പാട്ടെഴുതുന്നതൊക്കെ ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലത്ത് വനത്തിൻ്റെ ഒക്കെ അടുത്ത് പോയി വീടൊക്കെ എടുത്തിട്ട് അവിടെയാണല്ലോ. അല്ലെങ്കിൽ സിനിമാക്കാർ കഥ എഴുതുന്നത്. എന്തുകൊണ്ടാണത്, നമ്മുടെ മനസ്സ് ഭയങ്കര കറക്റ്റായിട്ട് കാമായിട്ട് വരണമെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള അർബൻ എൻവയറമെൻറ്റ് ജീവിച്ചിട്ട് കാര്യമില്ല. നല്ലൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയറമെൻറ്റ് നമ്മൾ ജീവിക്കണം. നമ്മൾ ഇക്കോളജിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻവയറമെൻറ്റ് നമ്മൾ താമസിക്കണം. അതാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. എന്താ പറയുക, ഇതൊരു നെസസിറ്റിയാണ്. നെസസിറ്റിയാന്ന് പറയുന്നത് വേറൊരു തലം. ഇതൊരു അത്യാവശ്യമാണെന്നുള്ളത്. നമുക്കതില്ലാതെ ജീവിക്കാൻ പറ്റുമല്ല. നമുക്കതുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, നമുക്ക് താങ്ങാൻ പറ്റുമല്ലോ എന്നുള്ളതല്ല, മറിച്ച് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ ഇതിൻ്റെ എക്സാമിന് നമ്മൾ ആഡ് ചെയ്യണം.
Similarly, the protection of biodiversity is needed to retain the fruits of development in a sustainable manner. Okay, അപ്പോൾ എൻവയറമെൻ്റ് ഒരു നെസസിറ്റിയാണ്. ക്ലീൻ എയറില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ക്ലീൻ വാട്ടർ ഇല്ലാതെ ഹൈജീനിക് എൻവയറമെൻറ്റ് ലിവിങ് കണ്ടീഷൻ ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. സോ ഇറ്റ് ഈസ് എ നെസസിറ്റി. ഇറ്റ് ഷുഡ് ബി ഗിവൺ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. ഇതുണ്ടോ ഒരു വീടാട്ടോ. അപ്പോൾ ഇതൊക്കെ റിസോർട്ടുകാരുണ്ടാക്കിയ വീടല്ലെന്ന് നമുക്ക് അനുമാനിക്കാം. ഇതൊരു സാധാരണക്കാരൻ ഉണ്ടാക്കിയ വീടായിരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കാരണം ബേസിക് ആയിട്ടുള്ളൊരു സിമെൻറ്റ് തറ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇങ്ങോട്ട് ഒരു പടിയുണ്ട്. അപ്പം റിസോർട്ടാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഒരു സാധാരണക്കാരൻ്റെ വീടിൻ്റെ ഒരു ലുക്ക് അതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ അഫോർഡബിൾ ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ വീടാണ്. ഇത് സാധാരണ ഒരു ചെറിയ വീടാണ് കേട്ടോ. എവിടെ വയനാട്ടിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഒക്കെ വീടായിരിക്കും ഇതുപോലെയുള്ളത്. ഇതുകൊണ്ട് പുല്ല് മേഞ്ഞിരിക്കുന്നുണ്ടോ, പുല്ല് മേഞ്ഞിരിക്കും. വനത്തിൻ്റെ അകത്ത് വീടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സ്ഥിരം ആളുകൾ താമസിക്കുന്ന റിസോർട്ടൊന്നുമല്ല, അതുകൊണ്ട് ചെടികളൊക്കെ കണ്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ജീവിതം എത്ര നല്ലതായിരിക്കും. നമുക്ക് പുറത്ത് കിട്ടുന്ന അതേ എയർ ക്വാളിറ്റി അകത്ത് കിട്ടും. നമുക്കെപ്പോഴും എന്താ പറയുക, ഹെൽത്ത് ഓക്കെ ആയിരിക്കും, വേറെ റിസ്ക്കും ഉണ്ടാകുന്നില്ല. ഇത് വേറെ ഒരു ഗ്രാമം കേട്ടോ. ഇത് തായ്ലൻഡിലെ ഒരു ഗ്രാമമാണ്. ഞാനിങ്ങനെ തായ്ലൻഡിലെ ചില പിക്ചർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിക്ടോക്കിൽ പണ്ട് വന്നത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പിക്ചറാണ്. നമ്മുടെ ഇവിടെ ഉണ്ട്, നോർത്ത് ഈസ്റ്റിലുണ്ട് കേട്ടോ. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസാം അങ്ങനെയുള്ള ഏരിയകൾ. അവിടെ പോകണമെങ്കിൽ നല്ല അടിപൊളി ഗ്രാമങ്ങളുണ്ട്, നല്ല ഒറിജിനൽ ഗ്രാമങ്ങൾ. അപ്പോൾ ഇവിടെ എന്നിട്ടല്ലോ ഇതുണ്ട്. ഈ വീടൊക്കെ എത്ര നല്ല സുന്ദരമാണെന്ന് നോക്കി. ഇപ്പോൾ ഇവിടെയും നമുക്ക് എന്താ പറയുക, എൻവയറമെൻറ്റ് ക്വാളിറ്റി ഭയങ്കര നല്ല, നമുക്ക് അഫോർഡബിൾ ആണെന്നാണ് പറയുന്നത്. അത് നെസസിറ്റി ആണെന്ന് മാത്രമല്ല, നെസസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നെസസിറ്റി മാത്രമല്ല അഫോർഡബിളും ആണെന്നുള്ളതാണ്. ഇതുണ്ടോ, ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിലുള്ള സംഭവങ്ങൾ വീടുകളായിരിക്കും. ഇങ്ങനെയായിരിക്കും. നമ്മൾ റോഡൊക്കെ കാണും, റോഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, പൂച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കും. ഇവിടെ ആയിരിക്കും നമ്മുടെ വീട്. അതൊക്കെ നമ്മുടെ സ്വപ്നത്തിലുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് തോന്നും. കമുകൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സെറ്റപ്പ് തന്നെ. ഇവിടെ ഒരു മാവിൻ്റെ അകരമൊക്കെ കാണുന്നുണ്ട്, മാവോ പ്ലാവോ. അപ്പോൾ നമ്മുടെ നാട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്ക് അഫോർഡബിളാണ് എന്നാണ് പറയുന്നത്. ഇതുണ്ട് എൻവയറമെൻറ്റ്. നമ്മൾ ഗ്രാമത്തിൽ ജീവിക്കുകയാണെങ്കിൽ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഭയങ്കര ഫ്രഷായിട്ട് കിട്ടും. ഉണ്ടോ, എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ്, ഇതെല്ലാം ഭയങ്കര ഫ്രഷാണ്. നഗരത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഗ്രാമങ്ങളിൽ ഇത് ഭയങ്കര അഫോർഡബിളാണെന്ന് പറയുന്നുണ്ട്. വേറൊരു ചിത്രം ഇതെന്താണ്, ബീട്രൂട്ടല്ലല്ലോ, ക്യാരറ്റ്, വെള്ള ക്യാരറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫ്രഷായിട്ട് ഇങ്ങനെ വരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. എവിടെ, നമ്മൾ ഗ്രാമത്തിൽ താമസിക്കുകയാണെങ്കിൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് വാട്ട് വി ക്യാൻ ഇറ്റ് ക്യാൻ ബി എ നെസസിറ്റി. എൻവയറമെൻറ്റ് ആസ് നെസസിറ്റി. എയർ ക്വാളിറ്റി, ഡ്രിങ്കിങ് വാട്ടർ, habitation, climate protection, food supply, health environment, etc. are some of the necessity service from environment. So these are necessities. ഡെഫിനറ്റ്ലി നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ആർഗ്യൂ ചെയ്യണം. നമുക്ക് നല്ല എയർ ക്വാളിറ്റി ഇല്ല, നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നല്ല കിടക്കുന്ന റൂമിൽ നല്ല എയർ ക്വാളിറ്റി ആയിരിക്കണം. നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങി നമ്മൾ എപ്പോഴും ഇരിക്കാനുള്ള കാരണം എന്താ, നല്ല എയർ കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് എന്താ, വീടിൻ്റെ അകത്ത് റൂം നമ്മൾ തിരികെ വെൻറ്റിലേഷനൊക്കെ ഓക്കെ അല്ലാത്തതുകൊണ്ട് എയർ ക്വാളിറ്റി മോശമായിരിക്കും. അപ്പോൾ എയർ ക്വാളിറ്റി ഭയങ്കര നല്ലതായിരിക്കണം. എന്നാലേ നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഓക്കെ ആവുള്ളൂ, നമ്മൾ ഹെൽത്തി ആവുള്ളൂ. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഹാബിറ്റേഷൻ, നമ്മുടെ ആവാസ വ്യവസ്ഥ നമുക്ക് പറ്റിയുള്ളതായിരിക്കണം. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ഒരു കാര്യമാണ്. സൗണ്ട് പൊല്യൂഷൻ, ഭയങ്കര ഒച്ച, അതിൽ അടുത്തുള്ള വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ പാറമടയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഡ്രില്ലിങ് മെഷീൻ്റെ ഒക്കെ ഒച്ച, അടുത്ത് വീടൊക്കെ പണിയുമ്പോൾ എന്തെല്ലാം ഒരു ശല്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശരിയല്ലേ? അതിൻ്റെ ഓഡിയോ നിങ്ങൾ എടുത്ത് നോക്കണം. നമുക്ക് ആ ഓഡിയോ എടുത്തിട്ട് അതൊന്ന് ഹെഡ്സെറ്റ് ഇട്ട് കേൾക്കണം. എന്നാൽ ഭയങ്കരമായിരിക്കും പറയും, നമ്മളെ ചെവി പൊട്ടിപ്പോകും. അതേസമയം നമ്മൾ അതുപോലെ തന്നെ വേറെ അതുപോലെയൊക്കെ തന്നെ വേറെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കൂട്ട ലൈറ്റ് പൊല്യൂഷൻ എന്നൊരു സംഭവമുണ്ട്. നിങ്ങളിപ്പോൾ ഉണ്ടല്ലോ ഈ പല മൊബൈൽ ഫോണിൻ്റെയും ഭയങ്കര സെറ്റപ്പ് ക്യാമറ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലൊക്കെ ഗാലക്സിയുടെ ഒക്കെ ചിത്രം ഇങ്ങനെ രാത്രി ഇരുന്ന് എടുക്കുന്ന ഇത് പലരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അവർ പറയുന്നത് എന്നാ അറിയാം, അവർ പറയുന്നത് ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത രാത്രി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ലൈറ്റ് പൊല്യൂഷനെ തൊട്ടടുത്ത നഗരങ്ങളിലെല്ലാം എന്തുണ്ട്, ലൈറ്റ് ഉണ്ട്. ഇപ്പം ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനെയല്ല, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഒത്തിരി അടുത്ത് ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പം ഒത്തിരി തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, ഇതൊന്നും നമ്മുടെ ഹാബിറ്റേഷനിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു ഭയങ്കര റിമോട്ടായിട്ടുള്ള എവിടെ ഒരു റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഇതുവല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ നിങ്ങളുടെ അതിൻ്റെ മെസ്സേജ് നോക്കുമായിരുന്നു കേട്ടോ. ഇനി ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ, ഫുഡ് സപ്ലൈ, ഹെൽത്ത് എൻവയറമെൻറ്റ് എക്സെട്ര ആർ സം ഓഫ് ദി നെസസിറ്റി സർവീസ് ഫ്രം എൻവയറമെൻറ്റ്. അപ്പോൾ ഈ ഒരു നമ്മളെ സംബന്ധിച്ചും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ പറയാം ദീസ് ആർ നെസസറി ഫോർ ഹ്യൂമൻ ബീങ്സ്. ദീസ് കനോട്ട് റിമെയിൻ ആസ് വാട്ട് ലക്ഷറീസ്. എയർ ക്വാളിറ്റി നല്ലതായിരിക്കണം, ഡ്രിങ്കിങ് വാട്ടർ നല്ലതായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് ആഡ് ചെയ്യണം. സോ എൻവയറമെൻറ്റ് ഈസ് എ നെസസിറ്റി. ഓക്കെ, വെദർ ഇറ്റ്സ് പ്രൈസ് ഈസ് ഹൈ ഓർ നോട്ട്. ഫോർ ദി ടൈം ബീങ് ഇറ്റ് മേ ബി ഹൈ,
but in the long run environment should be kept as a necessity. Now environment necessity election in the rapidly degrading environmental context. നമ്മൾ നോക്കാൻ പോകുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ എൻവയറമെൻ്റൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നമുക്കറിയാം ഭയങ്കര റാപ്പിഡായിട്ടാണ് എൻവയറമെൻറ്റ് ഡിഗ്രേഡ് ചെയ്യുന്നത്. അത് ആ ഒരു വെളിച്ചത്തിൽ ഈ എൻവയറമെൻറ്റ് നെസസിറ്റി ആണോ ലക്ഷറി ആണെന്നാണ്. നൗ ദി ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ദി സ്റ്റാറ്റസ് ഓഫ് എൻവയറമെൻറ്റ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് കറണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഈസ് ദർ ഈസ് റൈസിങ് അർബനൈസേഷൻ, there is pollution understandably and degradation of environment. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഒരു മരം ഉണ്ടെങ്കിൽ വെട്ടിക്കളയും, അവിടെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നില്ല, നമ്മളവിടെ എന്തെങ്കിലും പാർക്കിംഗ് സ്ഥലമൊക്കെ നമ്മൾ വെക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്തില്ല, നമുക്കൊരു എൻവയറമെൻറ്റ്, നമുക്കൊരു കാർബൺ ഡൈ ഓക്സൈഡിന് പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ ഇല്ല. In this context, environmental services are becoming a luxury in the urban and semi-urban areas. അപ്പോൾ നമ്മൾ പറയും, നമ്മളൊരു കൺക്ലൂഷൻ വേണമല്ലോ. ഒരിടത്ത് നമ്മൾ ലക്ഷറി എന്ന് പറഞ്ഞ് വേറെ നമ്മൾ നെസസിറ്റി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നെസസിറ്റി പ്രാധാന്യം കൊടുത്തു. എന്തുകൊണ്ടാണ് പക്ഷേ അതിൽ ലക്ഷറി ആയി കണ്ടിന്യൂ ചെയ്യുന്നത്? അതിൻ്റെ കാരണം എൻവയറമെൻറ്റ് നല്ലപോലെ എവിടെയില്ല, അർബൻ ഏരിയസിലില്ല, സെമി അർബൻ ഏരിയസില്ല. രണ്ട് ഏരിയസിലും എൻവയറമെൻറ്റൽ ഗുഡ്സും എൻവയറമെൻറ്റൽ സർവീസസും പുവർ ക്വാളിറ്റിയാണ്. അവിടെ നമ്മളിത് രണ്ടും നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മളെന്ത് കൊടുക്കണം? കൂടുതലൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ വെൻ വി ആർ ലിവിങ് ഇൻ an urban area or semi urban area, environment becomes what? Environmental service becomes what? Luxury. But when you are living in rural areas, you can feel that it is a necessity. Its price is low. Okay, you can everybody can afford, though generally it is a necessity. In urban areas it becomes a luxury out of പൊല്യൂഷൻ ആൻഡ് എൻവയറമെൻറ്റ് ഡിഗ്രഡേഷൻ. അതായിരിക്കണം നമ്മുടെ ആംഗിൾ. നമ്മൾ റൂറൽ ഏരിയ ആണെങ്കിൽ നമുക്കിതൊക്കെ അഫോർഡബിൾ ആണ്. സോ ജനറലി വാട്ട് വി ക്യാൻ സേ എൻവയറമെൻറ്റൽ ഈസ് എൻവയറമെൻറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ വാട്ട് നെസസിറ്റീസ്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ആൻഡ് ദേ ബിക്കംസ് abundantly available in the rural areas. The conclusion is that environmental services quality are necessities for human living. നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, അതായത് എൻവയറമെൻറ്റൽ സർവീസസും ഗുഡ്സും എൻവയറമെൻറ്റ് ക്വാളിറ്റിയും നെസസിറ്റിയാണ് എന്തിന്? ഹ്യൂമൻ ലൈഫിന് വേണ്ടി. ബട്ട് ദേ ആർ ബിക്കമിങ് ലക്ഷറി ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് പൊല്യൂഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. 3 points. First is pollution, second is industrialization, and third is what? Urbanization. So that is our conclusion, and that is all about this class as well. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായ ടോപ്പിക്കാണ്. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവൻ എസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് നിങ്ങളുടേതായ ലാംഗ്വേജിലും ഒരു സ്ട്രക്ചറിൽ, നമുക്കിവിടെ ഒരു സ്ട്രക്ചർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ലക്ഷറിയാന്ന് കണ്ടു, പിന്നെ അതിൻ്റെ ആർഗ്യുമെൻറ്റ്, പിന്നെ നെസസിറ്റിയാന്ന് കണ്ടു, അതിൻ്റെ ആർഗ്യുമെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇപ്പോഴത്തെ പൊല്യൂഷനും എൻവയറമെൻറ്റ് ഡീഗ്രഡേഷനും അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ കാരണമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഇതൊരു ലക്ഷറി ആയിട്ട് മാറുന്നത്. ആ സിറ്റുവേഷൻ മാറണം, പൊല്യൂഷനൊക്കെ നമ്മൾ കുറയ്ക്കണം. അന്നേരം ഓട്ടോമാറ്റിക്കലി നെസസിറ്റി ആയിട്ടുള്ള സാധനം നമുക്ക് ലോ പ്രൈസിൽ എല്ലാവർക്കും കിട്ടും. അങ്ങനെ നെസസിറ്റി ആയിട്ട് ഇക്കണോമിക് ആംഗിളും കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ക്ലാസ്. ഇനി ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ. അതിന് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. സ്റ്റോപ്പ്.